ഹലോ ഹലോ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് നല്ല ടയേർഡാണ്. ഒത്തിരി നാൾ കൂടി ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. വലിയ രസമുള്ള സ്വപ്നമൊന്നും ആയിരുന്നില്ല. ആ സ്വപ്നത്തിന്റെ അവസാനമാണ് ഷെയാന വന്ന് ഡോറിൽ കൊത്തി ഞങ്ങളെ എഴുന്നേപ്പിച്ചത്. അപ്പോഴത്തേക്ക് 7:45 ലേറ്റായി പോയായിരുന്നു. ആം, പക്ഷേ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണർന്നാൽ ഒരു ഭയങ്കര ക്ഷീണമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ സാധാരണ അങ്ങനെ വലിയ സ്വപ്നമൊന്നും കാണാറില്ല, പക്ഷെ സ്വപ്നത്തിൻ്റെ ഇടയ്ക്ക് ഉണർന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണം ഫീൽ ചെയ്യും. സോ ഇന്ന് അങ്ങനെ ഒരു ക്ഷീണമാണ് തോന്നുന്നത്. പിന്നെ നേരം വെളുത്തിട്ട് അധികം നേരം ആയിട്ടില്ല. നമ്മളുടെ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയാന രാവിലെ പറഞ്ഞു, മമ്മി ഐ ഡോണ്ട് വാണ്ട് ടു ഡു സ്കൂൾ ടുഡേ. അവള് നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അവള് വായിക്കാനൊക്കെ തുടങ്ങി. സോ ഞാൻ വിചാരിച്ചു, ഓക്കെ, അവൾക്കൊരു ബ്രേക്ക് വേണമെങ്കിൽ ലെറ്റ് ഹർ ഹാവ് എ ബ്രേക്ക് എന്ന് കരുതി ഞാനും ഒരു ബ്രേക്ക് എടുത്തു. എനിക്ക് രാവിലെ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. പഠിത്തത്തിന്റെ ഇടയ്ക്ക് അപ്പൻ വെളിയിൽ ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് പുസ്തകം ഇട്ടിട്ട് ഒരു ആശാട്ടി ഓടിപ്പോയി. ഷോണിന്റെ ടൈമിങ് പലതായത് കാരണം ഷോണിനെ എപ്പോഴും പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ കിട്ടത്തില്ല. കാരണം ഷോൺ ഈ അമേരിക്കൻ ടൈമിലും UK ടൈമിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് കാരണം ഷോണിന്റെ ടൈമിങ് വേറെ പോലെയാ. അതുകൊണ്ട് ഷോൺ ഫ്രീ ആകുമ്പോൾ ഷോണിന്റെ കൂട്ടത്തിൽ കളിക്കാൻ കൂടുക എന്നുള്ളതേ ഇപ്പൊ തൽക്കാലം പിള്ളേർക്ക് ചെയ്യാൻ പറ്റും. ഓ, അതിന്റെ മേളിൽ ഒരെണ്ണം ഇരിക്കുന്നത് ഞാൻ എപ്പോഴാ കണ്ടത്. ഇന്നാർക്കും സ്കൂളൊന്നും ഇല്ലേ? അപ്പനെ കൈ കെട്ടിയതിന്റെ ആഘോഷം നടക്കുകയാണ്. രാവിലെ 9 മണി ആയതേ ഉള്ളൂ. ഇവര് ജസ്റ്റ് സ്കൂൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇന്നപ്പം വലിയ വെയിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇതാണ് ഹോം സ്കൂളിങ്ങിന്റെ ഒരു ഗുണം. നമുക്ക് ഇങ്ങനെ ഒരു റിട്ടൺ ഡൗൺ സ്കെഡ്യൂളൊന്നും ഇല്ലാത്ത, ഞങ്ങൾക്കൊരു സ്കെഡ്യൂളുണ്ട്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് വർക്ക് ചെയ്യാൻ. എങ്കിലും അതിൽ നമ്മളുടെ സൗകര്യം പോലെ അതിൽ നമുക്ക് മാറ്റം വരുത്താമല്ലോ. എൻ്റെ പേര് അഞ്ജു. എൻ്റെ വീട്ടിൽ എവിടെയോ ആരോ ടാപ്പ് തുറന്നതിൻ്റെ ഒച്ച ഇവിടം വരെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എഗെയിൻ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുമായിട്ടാണ്. ആ ചോദ്യം നിങ്ങളിൽ ആരും ചോദിച്ചതല്ല. ഞാൻ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഈ കൊച്ചിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഉള്ള കുറെ എക്സ്പാറ്റ് ലേഡീസിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. എക്സ്പാറ്റ് ലേഡീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മറ്റേതെങ്കിലും രാജ്യത്ത് ജനിച്ച് വളർന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതോ ആയിട്ടുള്ള സ്ത്രീകളാണ് അതിലുള്ളത്. സ്ത്രീകളുടെ മാത്രം ഗ്രൂപ്പാണ്. അതിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു, നിങ്ങളൊക്കെ നിങ്ങളുടെ സാനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് ചെയ്യുന്നത് എന്നൊരാൾ ചോദിച്ചു. ഈ സാനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം വാക്ക് എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഭർത്താക്കന്മാരും മക്കളും പിന്നെ ഓരോ ദിവസത്തെയും ഉത്തരവാദിത്തങ്ങളും ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ തലയൊന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നായിരുന്നു ആ ചോദ്യം. അപ്പോൾ ഇവരൊക്കെ സാധാരണ പെണ്ണുങ്ങൾ ഒരുമിച്ച് കാപ്പി കുടിക്കാൻ പോവുകയും അവർ ഒരുമിച്ച് മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ പോകാറില്ല, കാരണം ഞാൻ എല്ലാം എൻ്റെ ഫാമിലിയുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു വലിയ താല്പര്യവുമില്ല, പോയി അങ്ങനെ ഒരു പരിചയവുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റും തോന്നാറില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം എപ്പോഴും ഫാമിലി ആയിട്ടാണ് ചെയ്യാറുള്ളത്. അവർ ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യാമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഈ വിമൻസ് ഓൺലി മീറ്റിങ്സിന് ഞാനതിനെതിരല്ല. അത് ആവശ്യമുള്ളവർ അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ ചെയ്യാറില്ല.
ഞാൻ നിങ്ങളോട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഷോണും കല്യാണം കഴിഞ്ഞ് 1 വർഷത്തേക്ക് നല്ല മുട്ടനടിയായിരുന്നു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയുന്ന ഒന്നും പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ രണ്ടുപേരും ഇംഗ്ലീഷിൽ സംസാരിക്കും. എൻ്റെ ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷാണ്. ഞാൻ നേരത്തെ ഒരു ഇംഗ്ലീഷ് ട്രെയിനറൊക്കെ ആയിരുന്നു. സോ ഇംഗ്ലീഷിൻ്റെ പ്രശ്നമല്ല, കൾച്ചറിൻ്റെ പ്രശ്നമാണ്. പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. പുള്ളിയാണെങ്കിൽ ശരിക്കും വെള്ളം കുടിച്ചു പോയി. കാരണം എനിക്കാകെ സങ്കടം, എനിക്കാകെ ഇൻസെക്യൂരിറ്റി. പക്ഷേ പുള്ളിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയത്തില്ല, എന്നെ എങ്ങനെയൊന്ന് സമാധാനിപ്പിക്കണമെന്നും അറിയത്തില്ല. അങ്ങനെ പുള്ളിയും വല്ലാണ്ട് വിഷമിച്ചു പോയി. അങ്ങനെ 1 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു ക്ലിനിക്കൽ ഡിപ്രഷനിലോട്ട് പോയില്ല എങ്കിലും ഡിപ്രഷൻ്റെ ഏകദേശം വാതിൽക്കലൊക്കെ എത്തിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ പ്രാർത്ഥന ഒട്ടുമേയില്ല. ഈ മനസ്സിനങ്ങോട്ട് ഭാരം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. സോ ഒട്ടും പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ഒരു ടൈം പീരീഡ് ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഞാനിങ്ങനെ ചർച്ചിലിരിക്കുക. അപ്പോൾ എന്നോട് വീണ്ടും കർത്താവ് മിണ്ടി. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ നിന്റെ ചുറ്റും ഇരിക്കുന്ന മനുഷ്യരെയൊക്കെ ഒന്ന് നോക്കിക്കേ. അപ്പം ഞാൻ ഈ മനുഷ്യരെയൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഇവർക്കൊന്നും ആരുമില്ല. ശരിക്കും ഈ സായിപ്പന്മാരുടെ ഒരു കൾച്ചറിൽ നമ്മൾ നോക്കിയാൽ അവരൊരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ നിന്ന് അവരവരുടെ കാര്യം നോക്കി ഇറങ്ങിപ്പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്, നമുക്കറിയത്തില്ലേ ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ ഡെപ്ത് എന്ന് മാത്രം ഉണ്ടെന്ന്. ഒരു ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു വാല്യൂ ഉള്ള ഒന്നും അവർ കാശിന് വേണ്ടി പണിയെടുക്കുന്നു, കിട്ടുന്ന കാശ് അവർ പുട്ടടിക്കുന്നു, ബാക്കിയുള്ള കാശിന് അവർ യാത്ര ചെയ്യുന്നു. പക്ഷേ ഈ ഇമോഷണൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ എനിക്ക് ആരണ്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇവർക്കൊന്നും ആരുമില്ല എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് ഇച്ചിരി കഞ്ഞിയും കറിയും വെക്കാനുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് അത്രേ ഉള്ളൂ കയ്യിൽ. അപ്പം ഞാൻ ഉള്ളത് വെച്ച് വീട്ടിൽ കഞ്ഞിയും കറിയും ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതുവരെ ഷോണായിരുന്നു കിച്ചൺ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഷോണിൻ്റെ കിച്ചണിൽ അവരുടെ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഷോണും പറഞ്ഞ് നമ്മളുടെ ഇന്ത്യക്കാരുടെ ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ റിച്ച്മണ്ടിലാണ് താമസിച്ചിരുന്നത്, ലണ്ടനിൽ. ഞങ്ങൾ റിച്ച്മണ്ടിൽ താമസിക്കുമ്പം അവിടെ ഇന്ത്യൻ പ്രസൻസ് കുറവായിരുന്നു, ഇന്ത്യൻസ് അധികം ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻ കടകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ അവിടുന്ന് മാറി ട്വിക്കനം സൈഡിലോട്ട് പോയി. സോ ഇപ്പോൾ റിച്ച്മണ്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അന്നൊന്നും ഇന്ത്യൻ ഗ്രോസറീസ് ഒന്നും റിച്ച്മണ്ടിൽ ഈസിലി അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ മറ്റ് നമ്മളുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉള്ള സൗത്തോളോ അല്ലെങ്കിൽ വെംബ്ലിയോ ഈസ്റ്റാമോ അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് അധികം പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ അവിടങ്ങളിലൊന്നും ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ലായിരുന്നു. സോ നമ്മൾ കിട്ടുന്ന ബാസ്മതി റൈസും ദാലും ടെസ്കോയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ കഞ്ഞിയും കറിയും വളരെ സിമ്പിൾ വെക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ചർച്ചയിൽ നിന്ന് എനിക്ക് അയ്യോ ഭാവം തോന്നുന്നവരെ ഓരോരുത്തരെയായിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി വീട്ടിൽ. സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു ഡിപ്രഷനിലോട്ട് ഞാനിങ്ങനെ വഴുതി വീണുകൊണ്ടിരുന്നത് പേന്നങ്ങ് നിന്നു. എൻ്റെ കണ്ണ് തുറന്ന പോലെ ആയിപ്പോയി, എനിക്കൊരു എൻലൈറ്റ്മെൻറ്റ് വന്ന പോലെ ആയിപ്പോയി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് ഈ ഡിപ്രഷനൊക്കെ വരുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുന്നവരാണ്, ചുമ്മാ ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് നോക്കുക. നമ്മൾ നോക്കുന്ന നമ്മുടെ ഉള്ളിലോട്ടാണോ അതോ വെളിയിലോട്ട് നോക്കുന്നുണ്ടോയെന്ന്. നമ്മൾ വെളിയിൽ മറ്റുള്ള മനുഷ്യരെ കാണാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ ഇമ്പോർട്ടൻസ്, അയ്യോ ഞാൻ പാവം, അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, അയ്യോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, അത് മാറിയിട്ട് അയ്യോ അവർക്കാരും ഇല്ലല്ലോ, അയ്യോ അവരൊറ്റയ്ക്കാണല്ലോ, അയ്യോ അവരൊന്നും കഴിച്ചു കാണത്തില്ലല്ലോ, അവർ വേദനയിലാണല്ലോ എന്ന ഒരു പെർസ്പെക്റ്റീവ് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ ചിന്ത മാറി, എനിക്ക് സംഭവിച്ചതാണ് ഞാൻ പറയുന്നത്, ചിന്ത മാറി എനിക്കെന്ത് ചെയ്യാം, അവരെ ഒന്ന് സഹായിക്കാൻ എനിക്കെന്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പം ഞാൻ ആൾക്കാരെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി.
ലണ്ടനിൽ ഞാൻ നല്ല കുക്കൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ബാലൻസ് തെറ്റിപ്പോയത്. അവിടെയുള്ളവരൊക്കെ വിചാരം ഞാൻ ഭയങ്കര കുക്കാണെന്നാ. ഞാൻ കുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ, സത്യം. സോ ആൾക്കാർ വരാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ വീട്ടിലോട്ട് ക്ഷണിച്ച ഒരു പുള്ളിക്കാരി ഒറ്റയ്ക്കായിരുന്നു. പുള്ളിക്കാരി ഞാൻ വാതിൽ തുറന്നപ്പോഴേ പൊട്ടിക്കരഞ്ഞു. ഞാൻ വിചാരിച്ചു, കർത്താവേ ഇവരെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും. വാക്കൊന്നും തപ്പിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ കെട്ടിപ്പിടിച്ച് അകത്ത് കൊണ്ടുവന്ന് സോഫായിലിരുത്തി. പുള്ളിക്കാരി അവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം കരഞ്ഞു. ടിഷ്യൂസ് എടുത്തു കൊടുത്തു. ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ അവിടെ അടുത്തിരുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ അഞ്ജുവിൻ്റെ വീട്ടിൽ വന്നില്ലേ, അഞ്ജു എന്നോട് ഒന്നും മിണ്ടിയില്ലല്ലോ, എന്നെ ഉപദേശിക്കാൻ ശ്രമിച്ചില്ല, എന്നോട് അയ്യോ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ പ്രശ്നത്തെ കൊച്ചാക്കാൻ ശ്രമിച്ചില്ല, ഒന്നും ചെയ്തില്ല. അഞ്ജു എൻ്റെ കൂടെ ഇരുന്നു, അതായിരുന്നു എനിക്ക് അന്ന് വേണ്ടിയിരുന്നത് എന്ന് പറയും. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ അന്ന് അങ്ങനെയാണ്. വേറൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് അവർക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയി. സോ ഞാൻ എൻ്റെ വീട് തുറന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ലോൺലിനെസ് എതിലേ പോയി എന്നറിഞ്ഞൂടാ, ഡിപ്രഷൻ വാലും പൊക്കിക്കൊണ്ട് തിരിഞ്ഞോടി. ഞാൻ ഇങ്ങോട്ട് ഈ കേരളത്തിലോട്ട് വരുന്നത് വരെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആൾക്കാരെ വീട്ടിൽ വിളിച്ച് എൻ്റർടൈൻ ചെയ്യുമായിരുന്നു. അതൊരു ഹാബിറ്റായി മാറി, അതൊരു ബ്ലെസ്സിങ് ആയി മാറി. അത് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നതിനപ്പുറം ഞാനത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. പിന്നെ ഷോണിന് അതിൻ്റെ ഒരു ഇഷ്ടം പിടിച്ചു. ഷോണിനും ആൾക്കാരെ ഇഷ്ടമാണ്. ആൾക്കാർ വരുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഷോൺ. അപ്പോൾ ഷോണിനും അതിൻ്റെ ആ ഒരു രസം പിടിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ആറ്റ്മോസ്ഫിയറെ മാറി. ഇതിപ്പോൾ നമ്മളെ ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹമുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ മുഖത്തോട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നേരം ഇരിക്കാൻ പറ്റും, എത്ര നേരം സ്നേഹിക്കാൻ പറ്റും? ഇത് കഴിയുമ്പോൾ ബോറടിക്കൂലേ? അപ്പൊ വെളിയിലോട്ടൊന്നും നോക്കാൻ പറ്റിയ നമ്മളെ കൊണ്ട് അവർക്കും ഒരു പ്രയോജനമായി. അതിലേറെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷമായി. ഈ റിവോർഡ് എന്ന് പറയുന്നത് അതാണ്. അതിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിലാണ് ഞാൻ സമ്പത്ത് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാനൊരു ഇച്ചിരി പാവപ്പെട്ടു പോയോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. എങ്കിലും ഞാൻ ഭയങ്കര റിച്ചാണ് കേട്ടോ. കാരണം എൻ്റെ ചുറ്റും എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്നറിയത്തില്ല, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മൾബറി ചെടി വേണമെന്ന്. മൾബറി പണ്ടൊക്കെ മരമായിരുന്നു, ഇപ്പം അതൊക്കെ ചെടിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് എനിക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ മടിയായതുകൊണ്ട് എവിടുന്നെങ്കിലും ഒരു കമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഈ വീട് വാടകയ്ക്ക് കിട്ടിയപ്പോൾ അവർ നമ്മളോടെല്ലാം പറഞ്ഞിട്ട് അവർക്കിത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ പറയുകയാണ്, നമ്മൾ പറമ്പിലൊരു മൾബറി ഉണ്ടെന്ന്. ഓയ്യോ, എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. കാരണം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഷോണിനറിയാമായിരുന്നു. ഷോണോട്ട് ഓടി വന്നു, അഞ്ജു ഇവിടെ മൾബറി ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും അതുപോലെ അതെന്തൊരു കൊച്ചാഗ്രഹമാണ് ഇല്ലേ? പക്ഷെ അതുപോലും സാധിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഇതിലിപ്പോൾ കായൊക്കെ ഞങ്ങൾ ഒരു പഴം കിട്ടി, 5 പഴുത്ത പഴം കിട്ടി. അത് ഞങ്ങൾ 5 പേരും കൂടെ കഴിച്ചു. ഇനിയിപ്പോൾ ഇതിങ്ങനെ പഴുത്തു വരുന്നു. ഇതിന് നല്ല മധുരമായി. എനിക്ക് തോന്നുന്നു ഇതിന് ഈജിപ്ഷ്യൻ മൾബറി എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. കണ്ടോ, എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനുള്ള വഴികൾ കണ്ടോ? ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആണല്ലോ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കുമൊക്കെ തന്നെ നമ്മളുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പ്, സ്കൂളിൽ കൂടെ പഠിച്ചവരുടെ ഗ്രൂപ്പ്, കോളേജിൽ കൂടെ പഠിച്ചവരുടെ ഗ്രൂപ്പ്, അതൊക്കെ ഇപ്പം എല്ലാവർക്കും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ 5 പേര് ഒരു ഗ്യാങ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലാത്ത പിറപ്പൊന്നുമില്ല. പക്ഷേ ഞാൻ തമ്മിലൊരു ഭയങ്കര ബോണ്ടിങ്, 15ാമത്തെ വയസ്സ് മുതൽ അറിയാവുന്നവർക്ക് തമ്മിലുണ്ടാകുന്ന ആ ഒരു ബോണ്ടിങ്,
അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഈ 5 പേരുടേതായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ വേറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ ഞങ്ങൾ 5 പേര് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തും തമ്മിൽ പറയാം, ഞങ്ങൾക്ക് എന്തും തമ്മിൽ ഷെയർ ചെയ്യാം വിത്തൗട്ട് ദ ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. സോ 5 പേരെന്ന് ഇതിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഠിപ്പിസ്റ്റ് സീമയാണ് ശരിക്കും ഞങ്ങളെയൊക്കെ തമ്മിൽ തപ്പിപ്പിടിച്ച് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സീമ, ഞാൻ, പിന്നെ ജിൻസി ഓസ്ട്രേലിയയിലെ നേഴ്സാണ്. ജിൻസിയുടെ മോളുടെ കല്യാണമായിരുന്നു ഈ അടുത്ത്. ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ചു. നിങ്ങൾ ചിലപ്പം എൻ്റെ ഷോർട്സിൽ കണ്ടു കാണുമായിരിക്കും. ചെണ്ടമേളത്തിനൊക്കെ ഞങ്ങൾ പോയി അടിച്ച് തകർക്കുന്നത്. പിന്നെ ആഷ്മി ഇവിടെ കൊച്ചിയിലുണ്ട്. പിന്നെ പ്രിയ ഇന്തോനേഷ്യയിൽ ഒരു കമ്പനിയിലാണ്. സോ ഞങ്ങൾ 5 പേരും രാവിലെ ഒരു ഗുഡ് മോർണിംഗിൽ തുടങ്ങിയാൽ വൈകിട്ട് ഗുഡ് നൈറ്റിലാണ് തീരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും എന്ത് കഴിച്ചു, ആർക്ക് തലവേദന വന്നു, ആർക്ക് കെട്ടിയോൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടി, ആര് മക്കളുടെ കുസൃതി കണ്ട് ദേഷ്യപ്പെട്ടു, ആർക്ക് മനപ്രയാസം വന്നു, ആർക്ക് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും വന്നു, അതിൻ്റെ ഇടയിൽ കുറച്ച് ഞങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഷെയർ ചെയ്യും. സോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുന്നത്, ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സന്തോഷത്തെ തീരത്തില്ല. അത് ശരിക്കും ഒരു നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അത് പലർക്കും പല തരത്തിൽ ഉള്ള ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം. എനിക്ക് ഈ ഒരു ഫേമസ് 5 എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ ഒരു ഗ്രൂപ്പാണ് അത്. കഴിഞ്ഞ ദിവസം ഷോൺ എന്നോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ഔട്ട്ലെറ്റ്? ഞങ്ങൾ വേറെ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പം ഷോൺ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഔട്ട്ലെറ്റ്? ബിക്കോസ് യെസ്, കുടുംബജീവിതം പോരെ എന്ന് ചോദിച്ചാൽ മതിയോ എന്നാണ് എൻ്റെ ചോദ്യം. കുടുംബജീവിതത്തിനൊരു പേർപ്പസ് ഉണ്ട്, കുടുംബജീവിതത്തിന് അതിൻ്റെ പ്ലേസ് ഉണ്ട്. പക്ഷേ ഞാനൊരു ഭാര്യ മാത്രമല്ല, ഞാനൊരു അമ്മ മാത്രമല്ല, അഞ്ജു എന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പം ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ ഈ ഒരു കുടുംബത്തിൻ്റെ ബൗണ്ടറിക്ക് അപ്പുറവും ഉണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, എൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ എപ്പോഴും എൻ്റെ കെട്ടിയോൻ്റെ നേരെ ദേഷ്യപ്പെടും, എൻ്റെ മക്കളോട് ദേഷ്യപ്പെടും. കാരണം എൻ്റെ ജീവിതത്തിന് എൻറിച്ച്മെൻറ്റ് കിട്ടാൻ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എനിക്ക് ഭയങ്കര ഒരു ബലമാണ്. എനിക്ക് അവരോട് എന്തും പറയാം. അതിനിപ്പോൾ അവരെന്നെ മണ്ടിയായിട്ട് കാണുമോ, ഞാൻ അവരുടെ മുമ്പിൽ കൊച്ചായിപ്പോൾ, അങ്ങനെയൊന്നും ഒരു ചിന്തയുടെ ആവശ്യം. 15ാമത്തെ വയസ്സിൽ എൻ്റെ ഏറ്റവും വലിയ കുരുത്തക്കേടുകൾ ഞാൻ കാണിച്ചിരുന്ന സമയത്ത് എന്നെ അറിയാവുന്ന ഒരു 10 കൂട്ടുകാർ, അവരിന്നും എൻ്റെ അടുത്ത കൂട്ടുകാരാണ്. സോ അതെനിക്ക് ഭയങ്കര എൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫാണ് ഇപ്പോൾ. പിന്നെ എനിക്ക് ഐ വുഡ് സേ ഹോബീസ്. ഒരുപാട് പേർക്കും ഒരുപാട് ഹോബീസ് ഉണ്ടാകാം. ചിലർ ഫാഷൻ ഡിസൈനിങ്ങിലോട്ട്, ഒരുപാട് പെൺപിള്ളേർ എന്നല്ല, പെൺപിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ ഇപ്പോൾ പല തരത്തിലുള്ള ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഭയങ്കര ഓൺട്രപ്രൂണറൽ മൈൻഡാണ് എൻ്റേത്. എനിക്കും ഷോണിനും ഞങ്ങൾ 2 പേരും ബിസിനസ്സുകാരുടെ മനസ്സുള്ളവരാണ്. പക്ഷേ ഇതിൻ്റെ നൂലാമാലകൾ അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ഒരുപാട് പേപ്പർ വർക്കും എന്തൊക്കെയാണ് GSTയോ ഏതാണ്ടൊക്കെ ഇല്ലേ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റുന്ന ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്സും നമുക്കും ഇല്ലാതാനും. അതുകൊണ്ട് നമുക്കത് വിൽ ബി ടു മച്ച് എന്ന് തോന്നിയത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പക്ഷേ എന്തോരം പെണ്ണുങ്ങളെ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ പെണ്ണുങ്ങളോടും പറയും, എന്നെക്കൊണ്ട് നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം എനിക്ക് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഞാൻ പെണ്ണുങ്ങളോട് ഒരു ഇച്ചിരി സ്നേഹക്കൂടുതൽ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ചെറുപ്പക്കാർ, ഇപ്പം ഞാൻ കഴിഞ്ഞ
2-3 മാസം മുമ്പ് ഞങ്ങൾ എന്താ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ യമ്മി വാലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് അവർക്ക് എന്നെ അറിയത്ത് പോലുമില്ല. ഇപ്പം ഞാൻ അവരെ ഒരു എക്സിബിഷന് കണ്ട, പക്ഷെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവുമായിട്ട് വന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനത് കഴിച്ചു നോക്കി, ഞാനതെൻ്റെ പിള്ളേർക്ക് വേണ്ടി മേടിച്ചു. എനിക്ക് ബോധ്യം വന്നിട്ടാണ് ഞാൻ പറഞ്ഞത്, ചുമ്മാ അങ്ങ് പറഞ്ഞതല്ല. ബിക്കോസ് എല്ലാവരും വളരണം, എല്ലാവരും വളർന്നാലേ നമ്മുടെ നാട് വളരത്തുള്ളൂ. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് വളരുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ വളരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പന പോലെ വളർന്നാൽ, ബൈബിളിലൊരു വാക്യമില്ലേ, ദുഷ്ടനെ കർത്താവ് പന പോലെ വളർത്തും, അതുപോലെ ആയിപ്പോകും. കണ്ടോ, എനിക്കിങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഭയങ്കര സന്തോഷം തരും കേട്ടോ. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമല്ലേ എന്ന് ചിലപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ഇതിനെ നോക്കിക്കൊണ്ട് എനിക്കൊരു അരമണിക്കൂറെങ്കിലും ഇരിക്കാൻ പറ്റും. ഇതെന്തുവാ ചെയ്യുന്നത്, ഇതിൻ്റെ ഭംഗിയും അത് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിരിക്കാം. അങ്ങനെ എനിക്കൊരു ഇഷ്ടമുണ്ട്, വിച്ച് ഇസ് എ ബ്ലെസ്സിങ്. ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പഠിച്ച പാഠം, നമ്മളുടെ സന്തോഷം വേറെ ആരുടെയും ഉത്തരവാദിത്തമല്ല. നമ്മുടെ സന്തോഷം നമ്മുടെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തമല്ല. എൻ്റെ സന്തോഷം എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മനസ്സിനെ ഹെൽത്തി ആയിട്ട് വെക്കാനുള്ള ഉത്തരവാദിത്വം അതെനിക്കുള്ളതാണ്. എൻ്റെ ശരീരത്തെ ഹെൽത്തി ആയിട്ട് വെക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. അല്ലാതെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഉച്ചയാകുമ്പോഴത്തേക്ക് തലവേദനയാകുമ്പോൾ അയ്യോ എന്നെ ആരും ശ്രദ്ധിച്ചില്ലേ, അയ്യോ എന്നെ ആരും നോക്കിയില്ലേ. എന്തിനാ? എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങളില്ലേ? അതുമല്ല, നമ്മളെ നോക്കാൻ പറ്റിയാൽ നമ്മൾക്ക് സന്തോഷമാകും. നമ്മൾക്ക് ആ സന്തോഷം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. നമ്മൾ ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, നമ്മളെല്ലാവരും അപ്പന എന്ന് പറഞ്ഞ ഒരു സെൽഫിഷ് കോർണറിലോട്ട് ഒതുങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ആർക്കും ഒരു ഭാരമാവാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സന്തോഷം എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ്സിലും എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിലും ഒത്തിരി വ്യത്യാസം വന്നു. കാരണം ആണുങ്ങളുടെ ഒരു മനഃശാസ്ത്രം ഞാൻ പറയാമേ, നമ്മളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ചുമ്മാതാ നമ്മൾ മനസ്സിൽ ഒരു കാര്യം വെച്ചുകൊണ്ട് എന്നാലും അങ്ങനെ ചെയ്തില്ലല്ലോ, ആ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അവർക്ക് അറിയാമെങ്കിൽ അവർ ചെയ്യൂലേ? അതുങ്ങൾക്ക് അറിഞ്ഞൂടാ. അതിനുള്ള ഗുഡൻസ് കർത്താവ് നമുക്കാ തന്നേക്കുന്നത്, അവർക്ക് കൊടുത്തിട്ടില്ല, പെണ്ണുങ്ങൾക്കാ തന്നേക്കുന്നത്. മറ്റൊരാളുടെ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവ് കൂടുതലും പെണ്ണുങ്ങൾക്ക്. ചില ആണുങ്ങൾക്ക് ഇല്ലാതില്ല, മനുവിനുണ്ട് കേട്ടോ. പക്ഷെ മനു വളർന്നത് കൂടുതലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലൊക്കെ ആയിരുന്നത് കൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. മനുവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ചില ആണുങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ മെജോറിറ്റി ആണുങ്ങൾക്ക് നമ്മുടെ മനസ്സിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അവരോട് നമ്മൾ വാ തുറന്ന് പറയണം, എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് മസാല ദോശ വേണം, എനിക്ക് വെളിയിൽ പോകണം, എനിക്ക് സിനിമയ്ക്ക് പോകണം. നമ്മുടെ മനസ്സിലിരിക്കുന്നത് അവർക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നാൽ അവിടെ അങ്ങനെ കുറേ നേരം ഇരിക്കാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? ഇപ്പം സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, വേറെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. മേടിച്ച് തിന്ന്, സന്തോഷമായിട്ട് തിന്ന്. കെട്ടിയവന് ഒരെണ്ണം മേടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടിയ കാര്യങ്ങൾ അത് നിങ്ങൾ സ്വയം ചെയ്യുക. നിങ്ങളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുക. നിങ്ങളുടെ സന്തോഷം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച പാവം നിങ്ങളുടെ പിള്ളേരും കെട്ടിയവരും കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പെണ്ണുങ്ങളോടാണ് സംസാരിക്കുന്നത് കേട്ടോ, കാരണം 80% ഓഫ് മൈ വ്യൂവേഴ്സ് ആ പെണ്ണുങ്ങൾ. ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആണുങ്ങളുടെ മനഃശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അത്രയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ഇത് ഞാൻ പെണ്ണുങ്ങളോട് സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. ആണുങ്ങൾക്ക് ബേസിക്കലി അവർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ചെയ്തു തരാൻ മിക്ക ആണുങ്ങളും വെയിറ്റ് ചെയ്യാറില്ല, ഇല്ലേ? അവർക്കൊരു ഇച്ചിരി ബീഫും പൊറോട്ടയും തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവള് മേടിച്ചുകൊണ്ട് വരുമായിരിക്കും.
എന്ന് കരുതി വെയിറ്റ് ചെയ്യാറില്ലല്ലോ. അവര് പോയി അവർക്ക് വേണ്ടിയത് മേടിച്ച് തിന്നും. അവർക്ക് ഫ്രണ്ട്സിനെ കാണണമെന്ന് തോന്നിയാൽ അവര് പോയി ഫ്രണ്ട്സിനെ കാണും. അവരുടെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളുടെ സൈക്കോളജിയാണ് ആരെങ്കിലും ചെയ്തു തരട്ടെ, നമ്മൾ എന്നിട്ട് അതിനെ സ്നേഹവുമായിട്ട് കണക്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ അവര് ചെയ്ത് തരുന്നതും സ്നേഹവുമായിട്ട് അത്ര ഭയങ്കര ബന്ധമുണ്ടോ? ആർക്കറിയാം, എനിക്ക് തോന്നുന്നില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്തം, കഴിഞ്ഞ ദിവസം ഞാൻ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞപ്പം എലിയാന എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് ഉത്തരവാദം എന്ന് ചോദിച്ചു. അപ്പൊ മുതൽ ഞാൻ ഉത്തരവാദം എന്നാണ് പറയുന്നത്. സോ എൻ്റെ സന്തോഷത്തിൻ്റെ ഉത്തരവാദം അത് എനിക്ക് മാത്രം ഉള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് വന്ന്, നീ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങി. അതൊക്കെ എന്നെ കൊണ്ട് പറ്റും, ഐ ഡിഡ് ഇറ്റ് എന്ന് പറയാൻ എന്നെ കൊണ്ടും പറ്റി. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ചിലപ്പം അതാണ് ഈ സന്തോഷത്തിലോട്ടുള്ള കീ എങ്കിലോ, നമ്മളുടെ കുടുംബത്തിലെ സമാധാനത്തിലോട്ടുള്ള ഒരു കീ എങ്കിലോ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിനെന്താ. അപ്പോ ശ്രമിച്ചു നോക്കിയിട്ട് എല്ലാരും വിവരം പറയണേ. എന്നെ തല്ലാനാരും വരരുത്, ഞാൻ ഓടും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു. എൻ്റെ ഇമെയിൽ ID britishmallumum@gmail.com. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.